നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ഇഡി കുറ്റപത്രം നൽകിയതിൽ കോൺഗ്രസ് ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കും. ഇഡി ഓഫീസുകൾ ഉപരോധിച്ച് പ്രതിഷേധിക്കാനാണ് ആഹ്വാനം. എഐസിസി ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചായി ഇഡി ഓഫീസിലേക്ക് എത്തും. ഇതിനിടെ ഭൂമി ഇടപാട് കേസിൽ റോബർട്ട് വദ്രയെ ഇഡി ഇന്നും ചോദ്യം ചെയ്യും. എം ജി മിഥുനാണ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 2 കേസുകളുണ്ടെന്ന് റോബർട്ട് വദ്രയ്ക്കെതിരായിട്ടുള്ള കേസ്. അതിൽ ഇന്നലെയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് ഈ നാഷണൽ ഹെറാൾഡ് കേസാണ്. അതിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതി ചേർത്തതിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ഏത് തരത്തിൽ പ്രതിഷേധം കൊണ്ടുപോകുന്നു? ഈ രാഷ്ട്രീയ പകപോക്കൽ, ഇഡി ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ പകപോക്കൽ എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രതിഷേധമല്ലേ? അത് ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങും? ആര്യ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് നേതൃത്വം ഒരുങ്ങുന്നത്. രാജ്യവ്യാപകമായി ഇന്ന് ഇഡി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും. എഐസിസി ആസ്ഥാനത്ത് നിന്ന് രാവിലെ 11 മണിക്കാണ് പ്രവർത്തകർ ഇഡി ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുക. പ്രതിഷേധ സൂചകമായി വലിയൊരു സമര പരിപാടിക്ക് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ മറ്റ് സമര പരിപാടികൾ ആലോചിക്കുന്നതിന് വേണ്ടി ഇന്ന് വൈകിട്ട് കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2014 ഈ കേസിന് ആസ്പദമായി ബന്ധപ്പെട്ട സുബ്രഹ്മണ്യ സ്വാമി ബിജെപി നേതാവ് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഏകദേശം 2000 കോടിയോളം വിലമതിക്കുന്ന നാഷണൽ ഹെറാൾഡിന്റെ സ്വത്തുക്കൾ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് കൈവശപ്പെടുത്തി എന്നാരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ഹർജി നൽകുന്നത്. അതിനുശേഷം 2021 ഇഡിയും CBIയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. 2022 അന്ന് വലിയ രീതിയിൽ ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ സോണിയാഗാന്ധിയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഏകദേശം 50 മണിക്കൂറിലധികം സമയം എടുത്തായിരുന്നു ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം കഴിഞ്ഞ ആഴ്ച ഇഡി സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ 1ാം പ്രതിയായി സോണിയാഗാന്ധിയും 2ാം പ്രതിയായി രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് പുറമെ സാം പിട്രോദ ഒപ്പം തന്നെ സുമന്റെ എന്നിവരും പ്രതികളാണ്. ഏകദേശം 5000 കോടിയുടെ അഴിമതി നടന്നുവെന്നും ഇവർ അവകാശപ്പെടുന്ന പോലെ തന്നെ യങ് ഇന്ത്യ കമ്പനി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇഡിയുടെ നടപടി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഇവരെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തി പ്രതികളാക്കിയതുമായി ബന്ധപ്പെട്ട രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് അരങ്ങേറുകയും ചെയ്യും. സംസ്ഥാനത്തെ ഇഡി ഓഫീസുകളിലേക്കാണ് മാർച്ച് നടക്കുക എന്നാണ് കഴിഞ്ഞ ദിവസം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ സമരപരിപാടികൾ നടത്തുകയും ചെയ്യും. വൈകിട്ട് കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടി യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്. ശരി, എം ജി മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.